ഈ മൈഗ്രെയിൻ ആണെന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് രണ്ട് കാര്യമാണ് നോക്കുക. ഒന്ന്, അവര് കറക്റ്റായിട്ട് മൈഗ്രെയിൻ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടോ, ഒരു ഡോക്ടറെ കണ്ട് ശരിയായി പരിശോധിച്ച് അങ്ങനെ പ്രോപ്പർ ആയിട്ടാണോ അവര് മൈഗ്രെയിൻ കണ്ടെത്തിയതെന്ന് നോക്കും. മിക്ക ആൾക്കാരും ഡോക്ടറെ ഒന്നും കാണാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിംറ്റംസ് വെച്ചിട്ടായിരിക്കും മൈഗ്രെയിൻ ആണെന്ന് പറയാം. സോ തലവേദന എന്തുകൊണ്ട് വരുന്നതെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യുക. മറ്റൊന്ന്, ഇവൻ അവർക്ക് മൈഗ്രെയിൻ ആണെങ്കിലും വേറെ ഏതെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പോ സ്ത്രീകളിൽ യൂട്രൈൻ ഓവേറിയൻ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ, പീരീഡ്സ് കറക്റ്റ് ആണോ, തൈറോയിഡ് രോഗങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. അതുപോലെ എന്തെങ്കിലും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, നെഞ്ചിരിച്ചിൽ, അസിഡിറ്റി, വയറുവേദന, ഓവറായിട്ട് വയറിൽ ഗ്യാസ് നിറയുക, കോൺസ്റ്റിപ്പേഷൻ, ഇടയ്ക്കിടെ ടോയ്ലറ്റിൽ പോകണം തോന്നുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, അതുപോലെ എന്തെങ്കിലും അലർജി കണ്ടീഷൻ, ഇതൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കും. ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് തലവേദന, ബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന പ്രശ്നങ്ങൾ, ഇത് മാത്രമല്ല ഇങ്ങനെയുള്ള പല രോഗങ്ങളും മൈഗ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. കുറെ കാലമായിട്ട് പല ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും മൈഗ്രെയിനിന് മാറ്റില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ചെയ്യാത്തോണ്ടാവാം.